ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ തടിയൻതിവിട എന്ന വനമേഖലയിലേക്ക് ട്രെക്കിങ്ങിന് പോയ ടെക്കിയായ ശരണ്യയെ കാണാതായത്. പിന്നാലെ തിരച്ചിലിനൊടുവിൽ 4-ാം ദിവസം അവളെ കണ്ടെത്തി. മണിക്കൂറുകൾക്കിപ്പുറമാണ് ശ്രീനന്ദ എന്ന 15-കാരിയെയും കാണാനില്ലെന്ന വാർത്തകൾ പുറത്തുവന്നത്. ചിക്മംഗ്ലൂരുവിലാണ് ശ്രീനന്ദയെ കാണാതായത്. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ്, രോഹിണി ദമ്പതിമാരുടെ മകൾ ശ്രീനന്ദ വെറും 15 വയസ്സുകാരി മാത്രമായിരുന്നു. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ കുട്ടിയെ ചിക്മംഗ്ലൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപത്തു നിന്നുമാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ കാണാതായത്. ഇപ്പോഴിതാ 4 ദിവസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിൽ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. 1500 അടി താഴ്ചയിൽ ബാബ ബുദാൻഗിരിക്ക് താഴെ ഹർഷന ഗുപ്പയിലാണ് തിരച്ചിലിനിടെ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് നേരത്തെ തന്നെ സംശയമുയർന്നെങ്കിലും തിരച്ചിലിന് ശേഷം പോലീസ് ആ സാധ്യത തള്ളിക്കളയുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റു 2 കുട്ടികൾക്കൊപ്പം ശ്രീനന്ദ ഫോട്ടോയുമെടുത്തിരുന്നു. 4 മിനിറ്റിനുള്ളിലാണ് യാത്രാ സംഘത്തിൽ നിന്ന് കുട്ടിയെ കാണാതായത്. സംഘം തിരിച്ചിറങ്ങുന്നതിനിടെയാണ് ഒരാളെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞത്. ഇതിനിടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് സംശയമുള്ളതായും ഉടൻ കണ്ടുപിടിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ചിക്മംഗ്ലൂരു നോർത്ത് പോലീസിൽ വ്യാഴാഴ്ച പരാതിയും നൽകിയിരുന്നു. ശ്രീനന്ദയ്ക്കൊപ്പം എത്തിയ 40 അംഗ സംഘത്തിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കുവാൻ സ്ഥലത്ത് തങ്ങുകയും ചെയ്തിരുന്നു. മാണിക്യധാര വെള്ളച്ചാട്ടത്തിലും ബാബ ബുദാൻഗിരി കുന്നിലും വ്യാഴാഴ്ചയും വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. ഈ കുന്നിലെ 300 അടി താഴ്ചയിൽ വരെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നാലെയാണ് വെള്ളച്ചാട്ടത്തിൽ വീണിട്ടുണ്ടോ എന്ന് സംശയമുയർന്നത്. എങ്കിലും തിരച്ചിലിനു ശേഷം പോലീസ് ആ സാധ്യതയും തള്ളിക്കളയുകയായിരുന്നു. പോലീസും വനം വകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്ന് ഡോഗ് സ്ക്വാഡും ഡ്രോൺ ക്യാമറകളുമെല്ലാം വിന്യസിച്ചുള്ള തിരച്ചിലിനൊടുവിൽ മണിക്കൂറുകൾക്ക് മുന്നെയാണ് ശ്രീനന്ദയുടെ 3 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. തിരച്ചിൽ ആരംഭിച്ച് 4-ാം ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസും വനംവകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. സ്ഥലത്ത് ഡ്രോൺ ക്യാമറകളെല്ലാം തന്നെ വിന്യസിച്ചിരുന്നു. വ്യാപകമായ രീതിയിലാണ് ശ്രീനന്ദയ്ക്കു വേണ്ടി തിരച്ചിൽ നടത്തിയത്. ഒടുവിൽ അവളുടെ ചേതനയറ്റ മൃതദേഹം കണ്ടെത്തിയപ്പോൾ സംഘത്തിലുള്ളവരെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.